2024 ജനുവരി 22 കാനഡയിൽ സ്റ്റഡി വിസയ്ക്ക് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിന് നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള മാറ്റങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നലെ വന്നേക്കുന്ന ചേഞ്ചസ് എന്നുള്ളത്. ഫസ്റ്റ് വൺ, കാനഡയിൽ വിസയ്ക്ക് ക്യാപ്പ് കൊണ്ടുവന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3,60,000 വിസാസാണ് ഈ 2024 അവർ കൊണ്ടുവന്നേക്കുന്നത്. ഈ വന്നേക്കുന്ന ചേഞ്ചസ് എല്ലാം അവർ 2 വർഷത്തേക്കാണ് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. 2 വർഷം കഴിയുമ്പോൾ അവർക്ക് ചേഞ്ചസ് വരുത്തണമെങ്കിൽ വരുത്താം, അല്ലെങ്കിൽ ഈ ഒരു കാര്യം വേണ്ടെന്ന് വെക്കാം, പഴയ പോലെ തന്നെ ആക്കാം, അതെന്തും ചെയ്യാം. പക്ഷെ അതെല്ലാം ഈ 2 ഇയേഴ്സ് നോക്കിയിട്ട് അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഗ്രോത്ത് എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും അവർ ചെയ്യുക. ഈ 3,60,000 എന്നുള്ള ക്യാപ്പിന് ഇനി ഓരോ പ്രോവിൻസിനും അവരുടെ പോപ്പുലേഷൻ അനുസരിച്ച് അവർ അലോക്കേറ്റ് ചെയ്യും. അതായത് ഒരു പ്രോവിൻസിലോട്ട് തന്നെ കൂടുതൽ കുട്ടികളെ അങ്ങോട്ട് ഇങ്ങനെ എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടാണ് അവർ നോക്കുന്നത്. അല്ലാതെ ഒരു പ്രോവിൻസിലോട്ട് തന്നെ കുട്ടികളെ എല്ലാം കൂടെ വിടുന്നതിന് ഒരു പരിപാടി ഇനി കാനഡയിൽ നടക്കില്ല. അതായത് ഒണ്ടോറിയോയിലോട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പൊയ്ക്കൊണ്ടിരുന്നത്. ഇനി അങ്ങനൊരു പ്രോസസ്സ് ഇനി വരില്ല. 2 ഇയേഴ്സിലേക്ക് അവർ എല്ലാ പ്രോവിൻസിലോട്ടും അവിടുത്തെ പോപ്പുലേഷൻ അനുസരിച്ച് കുട്ടികളെ സ്കാറ്റർ ചെയ്ത് വിടാനായിട്ടാണ് നോക്കുന്നത്. ജനുവരി 22 മുതൽ, അതായത് ഇന്നലെ മുതൽ, ഇനി IRCC സബ്മിറ്റ് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻറ് വിസ ആപ്ലിക്കേഷനും ഓരോ സ്റ്റേറ്റിൽ നിന്നും ഒരു അപ്രൂവൽ ലെറ്റർ കൂടെ വെക്കണം എന്നുള്ളത് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. അടുത്തൊരു ചേഞ്ച് വന്നിരിക്കുന്നത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കൊളാബറേഷനിൽ ചെയ്തിരുന്ന കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഈ പ്രോഗ്രാംസിൽ ഒന്നും ഇനി സ്റ്റേ ബാക്ക് കിട്ടില്ല എന്നുള്ളതാണ്. അടുത്ത് വന്നിരിക്കുന്ന ചേഞ്ച് മാസ്റ്റേഴ്സ് ഡിഗ്രി ഗ്രാജുവേറ്റ്സിനും അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് ലെവൽ പ്രോഗ്രാംസിനും ഇനി 3 ഇയേഴ്സ് സ്റ്റേ ബാക്ക് ഉണ്ടാവും. ഇനി മെയിനായിട്ട് വന്നിരിക്കുന്ന വേറൊരു ചേഞ്ച് സ്പൗസൽ വിസയാണ്. അവർ പറഞ്ഞേക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഇനി മാസ്റ്റേഴ്സ് ഡിഗ്രി ഹോൾഡേഴ്സിനും അതുപോലെ തന്നെ PhD ഹോൾഡേഴ്സ് ഡോക്ടറൽ ലെവലിനും മാസ്റ്റേഴ്സ് ഡിഗ്രി ലെവലിനും മാത്രമാണ് ഇനി സെപ്റ്റംബർ ഓൺവേർഡ്സ് സ്പൗസിന് വിസ വർക്ക് പെർമിറ്റ് അലൗ ചെയ്യുന്നത്. ഇത്രയുമാണ് ഇന്നലെ വന്നേക്കുന്ന ചേഞ്ചസ്. കാനഡയിൽ ഇന്നലെ സ്റ്റുഡൻറ് വിസയ്ക്ക് വന്നേക്കുന്ന ചേഞ്ചസ് ആണ്. ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം. എൻ്റെ പേര് ജിജി, ഞാൻ സംസാരിക്കുന്നത് സ്റ്റഡിഗോ കൺസൾട്ടൻസ്. താങ്ക് യു.